പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. CPIM ജില്ലാ കമ്മിറ്റി അംഗത്തിന് നേരെ അജ്ഞാതർ സ്ഫോടക വസ്തു എറിഞ്ഞു. തിങ്കളാഴ്ച രാത്രി 8:30യോടെയാണ് CPIM ജില്ലാ കമ്മിറ്റി അംഗം ഉല്ലാസ് കളക്കാട്ടിന്റെ ആസാദ് റോഡിലുള്ള വീടിന്റെ ഉമ്മറത്ത് ഉഗ്ര ശബ്ദത്തോടെ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത്. ശബ്ദം കേട്ട് കുടുംബാംഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. ഇരിങ്ങാലക്കുട പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പുറകെ നടന്ന അക്രമം ബോധപൂർവം സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് CPIM ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ പറഞ്ഞു. അക്രമികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും VA മനോജ് കുമാർ ആവശ്യപ്പെട്ടു. ഇന്നലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, ഫലം വന്നതിന് ശേഷം കേരളത്തിലും ഇരിങ്ങാലക്കുടയിലും UDFൻ്റെ വിജയത്തിന് ശേഷം ഇന്നലെ വൈകിട്ട് ഒരു 8:15 എൻ്റെ വീട്ടിൽ, ഞങ്ങൾ വീടിൻ്റെ അകത്തിരിക്കുന്ന സമയത്ത് വലിയൊരു ശബ്ദം, പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ളൊരു ശബ്ദമാണ് ഞങ്ങൾ കേട്ട് വാതിൽ തുറന്നു വരുമ്പോൾ വലിയ പുക ഉയർന്നു വരികയും ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള ശബ്ദമാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ വീട്ടിലുള്ളവരും വീടിൻ്റെ പരിസരത്തുള്ളവരൊക്കെ തന്നെ ഒരു ഭയാനകരമാവുന്ന രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദമാണ് ആ സന്ദർഭത്തിൽ കേട്ടത്. ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രവർത്തകൻ, CPIM ജില്ലാ കമ്മിറ്റി മെമ്പർ എന്നുള്ള രീതിയിൽ എന്നെ വളരെ ബോധപൂർവം അപായപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ രീതിയിൽ എൻ്റെ വീട്ടിലേക്ക് ഇന്നലെ വൈകുന്നേരം 8:15 ഗുണ്ട് എറിഞ്ഞുകൊണ്ട് ഭീതി സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ടായത്. അതെൻ്റെ വീട്ടിലേക്ക് എറിഞ്ഞ ആ ഗുണ്ട് ചെറിയ മതിലിന് തട്ടി താഴെ തെറിച്ച് വീണ് പൊട്ടിത്തെറിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് വിജയിച്ചതിൻ്റെ ആഹ്ലാദത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷ പ്രവർത്തകരെയെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ കയ്യാമം ചെയ്യാനും ആക്രമിക്കാനും വേണ്ടിയിട്ടുള്ള UDFൻ്റെ വലിയ പരിശ്രമമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. കഴിഞ്ഞ 3 തവണ MLA ആയിരുന്ന സമയത്ത് തുടങ്ങിവെച്ച ഠാണ ചന്തക്കുന്ന് വികസനവും കോർട്ട് കോംപ്ലക്സും പൂർത്തിയാക്കി ജനങ്ങൾക്ക് സമർപ്പിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരു ദൈവനിയോഗമായി കാണുന്നുവെന്ന് നിയുക്ത MLA അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഇരിങ്ങാലക്കുട പ്രസ് ക്ലബിലെത്തി മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ MLA ആയിരുന്ന കാലത്താണ് ഠാണ ചന്തക്കുന്ന് വികസനം കൊണ്ടുവന്നത്. UDFൻ്റെ ഭരണകാലത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോടും ധനകാര്യമന്ത്രിയായിരുന്ന KM മാണിയോടും എല്ലാം വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തി വാങ്ങിയെടുത്ത പദ്ധതിയാണത്. ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും വാങ്ങി കോടിക്കണക്കിന് രൂപ അനുവദിച്ച് അക്വിസിഷൻ നടപടി വരെയായതാണ്. കോടതി സമുച്ചയം 2013-2014 ബജറ്റിൽ പ്രഖ്യാപിച്ച് 40 കോടി അനുവദിച്ച് ചീഫ് ജസ്റ്റിസ് നിർമ്മാണോദ്ഘാടനം നടത്തിയ പദ്ധതി ഇപ്പോൾ പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ്. UDF ഭരണകാലത്തും LDF ഭരണകാലത്തും MLA ആയിരുന്ന സമയത്ത് കൊണ്ടുവന്ന പല പദ്ധതികളും പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പൂർത്തിയാക്കുവാനുള്ളവ പൂർത്തിയാക്കുക മാത്രമല്ല, നാടിൻ്റെ വികസനത്തിനാവശ്യമായ നല്ല പദ്ധതികൾ ആരംഭിക്കുകയും പൂർത്തീകരിക്കുകയും വേണമെന്ന് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. ഇരിങ്ങാലക്കുടയിലെ ബഹുഭൂരിപക്ഷം ആളുകളും എനിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത സാഹചര്യം വലിയ സന്തോഷം എൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മത്സരത്തിൽ പല സ്ഥാനാർത്ഥികളുണ്ടാകും, സ്വാഭാവികമാണ്. എന്നോടൊപ്പം മത്സരിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളായിട്ടുള്ള മത്സരാർത്ഥികൾ അവരും നല്ല മത്സരം കാഴ്ചവെച്ചിട്ടുണ്ടായി. അവിടെയൊക്കെ ഒരു സംസ്കാര സമ്പന്നമായിട്ടുള്ള മത്സര കാഴ്ചപ്പാടിന് ഞാൻ ഒരുപാട് നന്ദി പറയുകയും ചെയ്യാം.
ഇരിങ്ങാലക്കുടയിലെ എല്ലാ വിഭാഗം ആളുകളോടുമുള്ള നന്ദിയും കടപ്പാട് ഞാൻ തീർക്കുന്നു. ഞാൻ ഈ നിയോജകമണ്ഡലത്തിൽ ഒരു പുതിയ ആളല്ല. 2001-ലും 2006-ലും 2011-ലും തുടർച്ചയായി ഈ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിക്കാനായി അവസരം ലഭിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുമ്പോഴും എനിക്ക് എൻ്റെ മുന്നിൽ ഇപ്പോൾ ഭൂയിഷ്ഠരായിട്ടുള്ള ഏറ്റവും ബഹുമാന്യരും ആദരണീയരുമായിട്ടുള്ള ഇരിങ്ങാലക്കുടയിലെ പത്രമാധ്യമ സുഹൃത്തുക്കൾ, എൻ്റെ കുടുംബാംഗങ്ങളെ പോലെ എനിക്ക് അത്രയും സ്നേഹവും അത്രയും നിറഞ്ഞ ആത്മാർത്ഥതയും ഉള്ളവരും അങ്ങോട്ടും ഇങ്ങോട്ടും അതെപ്പോഴും പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. അവരൊപ്പം തന്നെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള എൻ്റെ നിയമമണ്ഡലത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ പള്ളിവേട്ട ദിവസം കുട്ടംകുളം പരിസരത്ത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒരുക്കുമെന്ന് ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, ICL ഫിങ്കോപ്പ് മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് KG അനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പള്ളിവേട്ട ആൽത്തറയ്ക്കൽ പള്ളിവേട്ട കഴിഞ്ഞ ക്ഷേത്രത്തിലേക്കുള്ള തിരിച്ചെഴുന്നള്ളിപ്പ് കുട്ടംകുളം പരിസരത്ത് ICL ഫിങ്കോപ്പ് ഒരുക്കിയിട്ടുള്ള അലങ്കാര പന്തലിൽ എത്തുമ്പോഴാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആരംഭിക്കുക. വെടിക്കെട്ട് അപകടങ്ങൾ തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ 10 മിനിറ്റ് മാത്രം ദൈർഘ്യത്തിൽ തീർത്തും അപകടരഹിതമായ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഇരിങ്ങാലക്കുടയ്ക്ക് ദൃശ്യവിസ്മയ രാത്രി സമ്മാനിക്കുമെന്ന് അഡ്വക്കേറ്റ് KG അനിൽകുമാർ പറഞ്ഞു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് KG അജയ്കുമാർ, ഡോക്ടർ മുരളി ഹരിതം, K ബിന്ദു, രാഘവൻ മുളങ്ങാടൻ, അഡ്മിനിസ്ട്രേറ്റർ രാധേഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ഉത്സവത്തിനോടനുബന്ധിച്ച് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞ് ഇന്ന് 5ാം ഉത്സവ ദിവസമാണ്. ഇതുവരെയുള്ള ചടങ്ങുകളൊക്കെ എല്ലാ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണത്തോടുകൂടി നല്ല രീതിയിലാണ് നടന്നു വരുന്നത്. ഇതിനോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം ചെറിയ രീതിയിലുണ്ടായതുപോലെ ഈ വർഷവും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടത്തുന്നതിന് വേണ്ടി ദേവസ്വം മാനേജ്മെൻറ്റ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് ഉത്സവത്തിനോടനുബന്ധിച്ച് ഒരുപാട് ചടങ്ങുകളും ദീപാലങ്കാരങ്ങളും ദീപാലങ്കാര പന്തലുകളും അതുപോലെ ദീപാലങ്കാര മത്സരവും ഷോപ്പുകൾ തമ്മിലുള്ള ദീപാലങ്കാര മത്സരം, റെസിഡൻഷ്യൽ അസോസിയേഷനിലെ വീടുകളിലുള്ള ദീപാലങ്കാര മത്സരം, പിന്നെ അതുപോലെ തന്നെ അലങ്കാര പന്തൽ, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്നീ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായ രീതിയിലാണ് ഉത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതുപോലെ എക്സിബിഷൻ ഹാളിലായാലും അമ്യൂസ്മെൻറ്റ് പാർക്കായാലും ഭക്തജനങ്ങളുടെ നല്ല തിരക്കുണ്ട്. പ്രതികൂലമായ കാലാവസ്ഥയായാൽ പോലും ഭക്തജനങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണത്തോടു കൂടിയാണ് ഇതുവരെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു വരുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് കുടമാണിക്യ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ദീപാലങ്കാരങ്ങളൊക്കെ നടത്തി വരുന്നത് ICL ഫിങ്കോപ്പാണ്. അതുപോലെ തന്നെ ദിവസവുമുള്ള അന്നദാനവും നടത്തി വരുന്നത് ICL ഫിങ്കോപ്പാണ്. കഴിഞ്ഞ വർഷം ദേവസ്വം ചെയർമാനും മറ്റുള്ളവരും ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് നമ്മളൊരു ഇലക്ട്രിക് സീക്വൻസ് ഫയർ ഷോ പള്ളിവേട്ടയ്ക്ക് നടത്തുകയുണ്ടായി. പള്ളിവേട്ടയ്ക്ക് ശേഷം ഈ പന്തലിൻ്റെ അവിടെ എത്തുമ്പോൾ പണ്ട് വെടിക്കെട്ടും പടക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 2-3-4 വർഷമായിട്ട് അത് ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു സജഷൻ വന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ നടത്തുകയുണ്ടായി. കറക്റ്റ് ഇലക്ട്രിക് സീക്വൻസ് ഫയർ ഷോ ആണ്. മ്യൂസിക്കും കറണ്ടും ഉപയോഗിച്ചിട്ടുള്ള പരിപാടിയാണ്. നമുക്കറിയാം ഈ വെടിക്കെട്ടൊക്കെ വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിൽ പലയിടത്തും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ തന്നെ അപകടങ്ങളുണ്ടായി, കുറ്റിങ്ങൽ അപകടം ഉണ്ടായി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അപകടങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തികച്ചും അപകടരഹിതമായ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ തന്നെയുള്ള ആളുകൾക്ക് കണ്ണിനും മനസ്സിനും ആനന്ദിക്കാവുന്ന രൂപത്തിലുള്ള ഒരു ഫയർ ഷോ ആണ് നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ കുട്ടംകുളത്തിൽ ഇത്തവണ സൗകര്യമുള്ളതുകൊണ്ട് ഏറ്റവും സുഖകരമായി കാണാൻ കഴിയുന്ന ഒരു സ്ഥലം അവിടെയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് നടത്താമെന്ന് വിചാരിച്ച, പക്ഷേ അപ്പോഴേക്കും മഴ വന്നുകൊണ്ട് വെള്ളം കയറിയുകൊണ്ട് നമുക്ക് കാലുകളൊന്നും ഇടാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ തവണ നടത്തിയതിൻ്റെ ഭാഗത്ത് റോഡിൻ്റെ സൈഡ് അവിടെ തന്നെയാണ് നടക്കുന്നത്. ഏകദേശം ഇത് നടക്കുന്നത് ഒരു 10-30 അടിക്ക് മുകളിലാണ്, താഴെയല്ല, 10-30 അടിക്ക് മുകളിലാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും കാണാൻ കഴിയും, എല്ലാവർക്കും ആനന്ദിക്കാൻ കഴിയും. ഇന്റർനെറ്റ്
DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കൺവെൻഷൻ ഇരിങ്ങാലക്കുട പ്രിയ ഹാളിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സോമൻ വർഷ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അസോസിയേഷൻ സംസ്ഥാന രക്ഷാധികാരി രാജൻ പൈക്കാട്ട്, സംസ്ഥാന പ്രസിഡന്റ് സൽമാബായ്, സംസ്ഥാന സെക്രട്ടറി സുരേഷ് ബാബു, സംസ്ഥാന ട്രഷറർ അഷ്റഫ് പെരുമ്പാവൂർ, ജില്ലാ സെക്രട്ടറി നിസ്രുദ്ദീൻ PK, സലീം കൊല്ലം എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ വാദ്യേടത്ത് സ്വാഗതവും ട്രഷറർ സബിത നന്ദിയും പറഞ്ഞു. കുറേയൊക്കെ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ നമ്മുടെ സംസ്ഥാനത്തിന് വലിയ പുരോഗതി ഈ മേഖലയിൽ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾ പഴയ കമ്പ്യൂട്ടറും പഴയ DTPയും പഴയ ഇന്റർനെറ്റും മാത്രം നിങ്ങൾ പറയുന്നു. എന്നാൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെയും മെഷീൻ ലേണിങ്ങിൻ്റെയും ഒക്കെ വലിയ സാധ്യതകളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ തൊഴിലുമായിട്ട് നമ്മുടെ പ്രദേശങ്ങളിൽ നിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അതിനെ പുഷ്ടിപ്പെടുത്തി കൊണ്ടുവരാൻ ഇപ്പോൾ നമ്മളൊരു അടുത്ത് വന്നൊരു ബാങ്കിങ് മേഖലയിലൊരു കണക്കിൽ കോവിഡിന് ശേഷം നമ്മുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് ബാങ്കിങ് മേഖലയിൽ വളരെയേറെ കുതിച്ചു കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ 2 വർഷമായി 22% ഇടിവ് വന്നു. ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇടിവ് വന്നു. അതായത് RTGS-ഉം NEFT അടക്കമുള്ള UPI അടക്കമുള്ള ട്രാൻസാക്ഷൻ നടത്തുന്ന പേയ്മെൻറ്റുകൾ കുറഞ്ഞു വരുന്നു. വീണ്ടും ജനങ്ങൾ ആദ്യ കറൻസിയിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത ഞാൻ അടുത്ത് വാർത്താമാധ്യമങ്ങളിൽ വായിക്കുകയുണ്ടായി. അപ്പോൾ ആളുകളെ എങ്ങനെ സാക്ഷരരാക്കാം, ഡിജിറ്റൽ മേഖലയിൽ ഡിജിറ്റൽ ലോകത്തിൽ എങ്ങനെ അവർ സാക്ഷരരാക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ സേവനങ്ങളും ഓൺലൈനാണ്. ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് NSS മുകുന്ദപുരം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംഭാര വിതരണം ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗവും മീനച്ചൽ താലൂക്ക് യൂണിയൻ ചെയർമാനുമായ മനോജ് B. നായർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ വൈസ് പ്രസിഡന്റ് R. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിയൻ സെക്രട്ടറി S. കൃഷ്ണകുമാർ സ്വാഗതവും യൂണിയൻ കമ്മിറ്റി അംഗം വിജയൻ ചിറ്റേത്ത് നന്ദിയും പറഞ്ഞു. മുകുന്ദപുരം താലൂക്ക് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ ഇതും ഇത്തരത്തിൽ ഭക്തജനങ്ങൾക്ക് വേണ്ടി സംഭാര വിതരണം ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഏതൊരു താലൂക്ക് യൂണിയനെ സംബന്ധിച്ചും അതിൻ്റെ പ്രധാനമാണ് സേവനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നയം. NSSനെ സംബന്ധിച്ച് എല്ലാവരെയും ഒരേ രീതിയിൽ കണ്ട് മുന്നോട്ട് പോകാനുള്ള അവസ്ഥയാണ്. നമുക്കിവിടെ ഉത്സവമാണ്. ഉത്സവത്തോടനുബന്ധിച്ച് വരും വർഷങ്ങളിലും ഇത്തരത്തിൽ താലൂക്ക് യൂണിയൻ്റെ നേതൃത്വത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.